നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുരുമുളകിന് വൻ ഡിമാൻഡാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ കൈവിടില്ല. വീട്ടിൽ കൃഷി ചെയ്ത് പ്രയോഗിച്ചു നോക്കൂ, ഫലം ഉറപ്പ്. പുരാതന കാലം മുതൽ ഇന്ത്യയിൽ നിന്ന് വിദേശികൾ ഇറക്കുമതി ചെയ്തിരുന്ന സുഗന്ധ വിളകളിൽ പ്രധാനമാണ് കുരുമുളക്. കറുത്ത പൊന്ന് എന്നും കുരുമുളകിന് വിശേഷണമുണ്ട്. അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുരുമുളകിന് ഭക്ഷ്യവിഭവങ്ങൾക്ക് രുചി പകരുന്നതിൽ പ്രധാന സ്ഥാനമാണുള്ളത്. ആയുർവേദം തുടങ്ങി ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഇത് ഒട്ടേറെ ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചു വരുന്നു. പൈപ്രേസിയ സസ്യകുടുംബത്തിൽപ്പെടുന്ന കുരുമുളകിൻ്റെ ശാസ്ത്രനാമം പൈപ്പർ നിഗ്രം. ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ബ്രസീൽ, മലേഷ്യ, ശ്രീലങ്ക, മഡഗാസ്കർ തുടങ്ങിയ രാജ്യങ്ങളാണ് കുരുമുളക് ഉൽപ്പാദനത്തിൽ മുന്നിൽ. ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദനം കർണാടകം, കേരളം, മേഘാലയ, അസം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ്. കേരളമാണ് കുരുമുളകിൻ്റെ ജന്മദേശമെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. കരിമുണ്ട, നീലമുണ്ടി, നാരായക്കൊടി, വടക്കൻ കുതിരവള്ളി, കാണിയക്കാടൻ, കൊറ്റനാടൻ, ബാലൻകോട്ട, കല്ലുവള്ളി, കരിങ്കൊട്ട, ഉതിരൽക്കൊട്ട, പെരുങ്കൊടി, അരക്കുളം മുണ്ട, ഐമ്പിരിയൻ, മല്ലികേശ്വർ, ഉതുകരെ എന്നിവയാണ് പ്രധാന നാടൻ ഇനങ്ങൾ. മല്ലികേശ്വര, ഉതുകരെ എന്നിവ കർണാടകത്തിലെ പ്രധാന ഇനങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള നാടൻ ഇനം കരിമുണ്ടയാണ്. ഗവേഷണ കേന്ദ്രങ്ങളിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളും പ്രചാരത്തിലുണ്ട്. പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, പന്നിയൂർ 4, പന്നിയൂർ 5, പന്നിയൂർ 6, പന്നിയൂർ 7, ശുഭക, ശ്രീകര, പഞ്ചമി, മലബാർ എക്സൽ, ഗിരിമുണ്ട എന്നിവയാണ് പ്രധാന സങ്കര ഇനങ്ങൾ. ഔഷധ ഗുണങ്ങൾ. കുരുമുളക് ഔഷധമായും ആഹാരമായും കഴിക്കുന്നത് ഭക്ഷണത്തിൽ കൂടി ശരീരത്തിലെത്തുന്ന വിഷാംശത്തെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു. ആഹാര വിഭവങ്ങളിൽ കുരുമുളക് ചേർത്ത് കഴിക്കുന്നത് സിരകളുടെയും ധമനികളുടെയും ദ്വാരങ്ങൾ അടയാതിരിക്കുന്നതിനും രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനും ഉപകരിക്കും. കുരുമുളക് ദിവസവും കഴിക്കുന്നത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കും. രക്തസമ്മർദ്ദവും ക്രമപ്പെടുത്തും. വീക്കം, വേദന, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ആശ്വാസം പകരും. പൊതുവെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. ദഹനം ക്രമപ്പെടുത്തും. പനി, കഫക്കെട്ട്, ചുമ, ജലദോഷം തുടങ്ങിയവയ്ക്ക് ഔഷധം. കുരുമുളകും ചുക്കും തുളസിയിലയും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ജലദോഷം ശമിപ്പിക്കും. തൊണ്ടവേദനയ്ക്ക് കുരുമുളക് പൊടിച്ച് തേൻ ചേർത്ത് കഴിക്കുക. കുരുമുളക്, തുളസിയില, ചുക്ക്, കറുവാപ്പട്ട എന്നിവ സമം അളവിൽ എടുത്ത് പൊടിയാക്കി യോജിപ്പിച്ച് വയ്ക്കുക. അതിൽ നിന്ന് 3 ഗ്രാം എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചെറുനാരങ്ങ നീരും ശർക്കരയും ചേർത്ത് ദിവസവും 1-2 ഗ്ലാസ് കുടിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. കുരുമുളക് കഷായം വെച്ച് കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് പനി മാറാൻ സഹായിക്കും. കുരുമുളക്, തുമ്പയില, തുളസിയില, വെറ്റില എന്നിവ സമം അളവിലെടുത്ത് കഷായം വെച്ച് അതിരാവിലെ 7 ദിവസം കുടിച്ചാൽ നെഞ്ചിലെ കഫക്കെട്ടും ചുമയും മാറും. ഒരു തക്കാളി ചെറിയ കഷണങ്ങളായി അരിഞ്ഞ് അതിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ദിവസവും രാവിലെ കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ വിരശല്യം മാറിക്കിട്ടും. കഫം വർദ്ധിച്ചുണ്ടാകുന്ന തലവേദനയിൽ കുരുമുളകും അരിയും ചൂടുവെള്ളത്തിൽ അരച്ച് നെറ്റിയിൽ പുരട്ടുക. തലയിലെ പുഴുക്കടി മാറുന്നതിന് കുരുമുളകും ഉപ്പും സവാളയും ചേർത്തരച്ച് പുരട്ടുക. കുരുമുളക് ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേച്ചാൽ നീരിറക്കം മാറും. അതുപോലെ തന്നെ കുരുമുളക് വെളിച്ചെണ്ണയിൽ അരച്ച ശേഷം വെളിച്ചെണ്ണയിൽ മുറുക്കി ദേഹത്തിൽ പുരട്ടുന്നത് ശരീരത്തിലെ ചൊറിച്ചിൽ മാറുന്നതിന് സഹായിക്കും. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് കുരുമുളക്. ഇതിനെക്കുറിച്ച് പലർക്കും അറിയത്തില്ല. എന്നാൽ വിദേശീയർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതാണ് അവിടെ ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.